പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യാത്രകളൊക്കെ പ്രതിപക്ഷം വളരെ രീതിയിൽ വിമർശിച്ചവയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേറ്റതിനു ശേഷം 2019 ജനുവരിയിൽ നടത്തിയ ബാലൻഗീർ തൽച്ചോറ യാത്രയ്ക്ക് 744 രൂപ മാത്രമാണ് ഈടാക്കിയിരിക്കുന്നത്. 2017 ഏപ്രിൽ 27 നടത്തിയ ഛത്തീസ്ഗഡ് ഷിംല അന്നദാലെ ഛത്തീസ്ഗഡ് യാത്രയ്ക്ക് വെറും 845 രൂപയും ഈടാക്കിയതായി പറയുന്നു. സാധാരണയായി ഛത്തീസ്ഗഡ് ഷിംല കൊമേഴ്സ്യൽ ടിക്കറ്റിന് 2500, 5000 രൂപയാണ് ഈടാക്കുന്നത്. എന്ത് മാനദണ്ഡത്തിലാണ് നിരക്കുകൾ കണക്ക് കൂട്ടിയതെന്നും ഇപ്പോൾ വ്യക്തമാകുന്നില്ല. പ്രധാനമന്ത്രിയുടെ അനൌദ്യോഗിക യാത്രകൾക്ക് പ്രതിരോധ വകുപ്പ് പുറത്തിറക്കിയ മാനദണ്ഡം അനുസരിച്ച് പണം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ചട്ടം. 2018 മാർച്ചിലാണ് നിരക്കുകൾ പുതുക്കിയത്. കൊമേഴ്സ്യൽ ടിക്കറ്റ് വില മാനദണ്ഡമാക്കിയാണ് നിരക്കുകൾ പുതുക്കിയത്. പ്രധാനമന്ത്രിക്ക് മാത്രമാണ് അനൌദ്യോഗിക യാത്രകൾക്ക് വിമാനം ഉപയോഗിക്കാനുള്ള അധികാരം. അതും അടിയന്തര ഘട്ടത്തിൽ മാത്രമാണെന്നും ചട്ടത്തിൽ വ്യക്തമാക്കുന്നു. BBJ-M17 ഹെലികോപ്റ്റർ വിമാനങ്ങൾ മാത്രമാണ് മോദി അനൌദ്യോഗിക യാത്രയ്ക്ക് ഉപയോഗിച്ചതെന്ന് IAF വ്യക്തമാക്കുന്നു. 2018 പുതുക്കിയ നിരക്ക് അനുസരിച്ച് BBJ വിമാനത്തിന് മണിക്കൂറിന് 14.7 ലക്ഷവും M117 ഹെലികോപ്റ്ററിന് 43 ലക്ഷവും നിരക്കാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾക്കായിരുന്നു യാത്രകളിലേറെയും. എന്തായാലും എപ്പോഴും വിവാദങ്ങൾ പെടുന്ന പ്രധാനമന്ത്രിയുടെ എപ്പോഴും പ്രതിപക്ഷ പ്രധാനമന്ത്രിക്കെതിരെ വിമർശിച്ച ഏറ്റവും വലിയ ആരോപണം ഇതുതന്നെയായിരുന്നു. മോദി വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുന്നു, ഇന്ത്യയിൽ നിൽക്കുന്നില്ല, എപ്പോഴും അദ്ദേഹം ആ യാത്രയിലാണ്, എപ്പോഴും വിദേശ യാത്രകൾ നടത്തുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കണക്കുകളും പ്രധാനമന്ത്രി നൽകിയ യാത്രയുടെ കണക്കുകളും തമ്മിൽ വലിയ പൊരുത്തക്കേട് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും യാത്രയുടെ കാര്യത്തിലും യാത്രയുടെ കണക്ക് നൽകുന്ന കാര്യത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.